ഹായ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആദ്യം മാറ്റേണ്ടത് ചിന്തകളെയല്ല, നിങ്ങളുടെ ഈ ഒരു ശീലമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിൽ ഒരുപാട് പേർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. എന്താണ് ഇതിന് കാരണമെന്നറിയാമോ? നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചത് നിങ്ങളുടെ ചിന്തകളെയാണ്. മറിച്ച് നിങ്ങൾക്ക് ആ ചിന്തകളെ സൃഷ്ടിക്കുന്ന ശീലങ്ങളെ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയ നോക്കുന്നു, മറ്റുള്ളവരെ കുറിച്ചിട്ട് നിങ്ങൾ കാണുന്നു, മറ്റുള്ള ലൈക്ക് എത്രയാണ്, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കാണുന്നു. മറ്റുള്ളവരുമായിട്ട് രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുന്നു. ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്ര പോരാ. മറ്റുള്ളവരൊക്കെ വലിയ രീതിയിൽ അവർക്ക് കഴിവുകളുണ്ട്, അവർക്ക് വിജയിക്കാനുള്ള സാധ്യതകളും കഴിവുകളെല്ലാം ഉണ്ട്. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ഇതുപോലെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ശീലം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, നിങ്ങൾ യാതൊരു പോസിറ്റീവായിട്ടുള്ള സാധ്യതകളും ജീവിതത്തിൽ നിങ്ങൾ കാണുന്നില്ല. അതായത് വിജയിക്കാൻ യാതൊരു സാധ്യതയും നിങ്ങൾ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയ ഭീതിയാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾക്ക് മാറ്റാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് വലിയ തീരുമാനങ്ങളല്ല മാറ്റം വരുത്താൻ നിങ്ങളെ സഹായിക്കുന്നത്. ദിവസവും നിങ്ങളെടുക്കുന്ന ചെറിയ ശരിയായ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന, മടുപ്പിക്കുന്ന ഒരു ശീലം എന്താണ് എന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ആ ഒരു ശീലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഏതവസ്ഥയിലാണ്, എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മൈൻഡ് ചെക്ക്, അതായത് മൈൻഡിൻ്റെ ഹെൽത്ത് ചെക്ക് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മൈൻഡ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മൈൻഡ് എന്ന് ഒന്ന് മെസ്സേജ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നും ഏതവസ്ഥയിലാണെന്നും അതിന് മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് സഹായിക്കാം.